I don't know whether it will be cut off or not. Okay. So, cellular respiration. The blood takes the oxygen to all cells of the body. The oxygen that we have breathed in will be taken to the whole cells of our body, all parts of the body. For what, how to be, നമ്മൾ പഠിച്ചായിരുന്നു. ആ ഓക്സിജൻ നമ്മുടെ ഫുഡ് പാർട്ടിക്കിൾസ്, അതായത് ബോഡി ഡൈജസ്റ്റ് ചെയ്തിട്ട് ബ്ലഡിലേക്ക് അബ്സോർബഡ് ആയിട്ടുള്ള ഫുഡ് പാർട്ടിക്കിൾസിന്റെ കൂട്ടത്തിൽ ഈ ഓക്സിജനും കൂടെ ചേരുമ്പോൾ എന്തുണ്ടാവുന്നു? എനർജി ഉണ്ടാവുന്നു. ദിസ് എനർജി ഈസ് പാസ് ടു ദ ഹോൾ പാർട്ട് ഓഫ് ദ ബോഡി. And the blood has a substance called hemoglobin which binds itself with oxygen to form oxyhemoglobin. Oxyhemoglobin ഉണ്ടാകുന്നു എങ്ങനെ? നമ്മുടെ ശരീരത്തിലുള്ള ഹീമോഗ്ലോബിനും ഓക്സിജനും കൂടെ പ്രവർത്തിച്ചിട്ട്. And it is in this form that oxygen is carried through the blood. So oxyhemoglobin എന്ന ഫോമിലാണ് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന ഓക്സിജൻ ശരീരത്തിന്റെ ബ്ലഡിലൂടെ മൊത്തം എല്ലാ ഭാഗങ്ങളിലേക്ക് എത്തുന്നത്. The oxygen that we breathe in will mix with the hemoglobin. ഹീമോഗ്ലോബിനുമായിട്ട് മിക്സ് ആയിട്ട് ഓക്സിഹീമോഗ്ലോബിൻ ആയി നമ്മുടെ ബോഡിയിലുള്ള മറ്റു ഭാഗങ്ങളിലേക്ക്, എല്ലാ ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ആകുന്നു. Cellular respiration occurs in the cells. During cellular respiration, the sugar molecules in food are oxidized to form carbon dioxide and water. അപ്പം നമ്മൾ കഴിക്കുന്ന ഫുഡ് കഴിച്ചിട്ട് ആ ഒബ്സർവ് ചെയ്ത ഭാഗവും ഈ ഓക്സിജനും ചേർന്ന ബോഡിയുടെ എല്ലാ ഭാഗങ്ങളിലേക്ക് എത്തുമ്പോൾ നമ്മുടെ സെല്ലിലേക്ക് എത്തുന്നു. ഈ സെല്ലുലാർ റെസ്പിറേഷന്റെ സമയത്ത് എന്ത് സംഭവിക്കുന്നു? ദ ഷുഗർ മോളിക്യൂൾസ് ഇൻ ഫുഡ്, നമ്മൾ കഴിച്ച ഫുഡിലുള്ള ഷുഗർ മോളിക്യൂൾസ് are oxidized in the form of carbon dioxide and water and energy is given out. അപ്പം കാർബൺ ഡയോക്സൈഡും വാട്ടറും അതിൽ നിന്ന് ഉണ്ടാകുന്നു, പിന്നെ എനർജി ഉണ്ടാകുന്നു. എനർജി നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഉണ്ടാകുന്നു. ഈ പ്രൊഡ്യൂസ് ചെയ്ത കാർബൺ ഡയോക്സൈഡ് നമ്മുടെ ലങ്സിലേക്ക് തിരിച്ചെത്തി നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുന്നു. പിന്നെ വാട്ടർ നമ്മുടെ ശരീരത്തിൽ നിന്നും പുറന്തള്ളപ്പെടുന്നു. ഹൗ? ത്രൂ സ്വെറ്റിംഗ് ആൻഡ് ബൈ പാസിംഗ് യൂറിൻ. And the reaction involved in oxidization is as given. Glucose plus oxygen is equal to carbon dioxide and water. And energy is produced. ഇത്രയും നമ്മൾ പഠിച്ചതാണ് അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചാൽ. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് മനസ്സിലായോ? അതായത് നമ്മൾ ഉള്ളിലേക്ക് ബ്രീത്ത് ചെയ്യുന്ന ഓക്സിജൻ നമ്മുടെ ലങ്സിൽ വരുന്നു. അതായത് നമ്മൾ ഓക്സിജൻ ബ്രീത്ത് ചെയ്യുമ്പോൾ എല്ലാം കൂടെയാണ് വരുന്നത്. കാർബൺ ഡയോക്സൈഡും എല്ലാം കൂടെയാണ് നമ്മുടെ അന്തരീക്ഷത്തിലുള്ള എല്ലാം വരുന്നുണ്ട്. അപ്പൊ അത് ഉള്ളിലേക്ക് ചെന്നിട്ട് ലങ്സിൽ നിന്നും ഈ ഓക്സിജൻ നമ്മൾ നേരത്തെ കഴിച്ച ഫുഡ്, ആ ഫുഡ് ഡൈജഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൽ ആവശ്യമായിട്ടുള്ള മിനറൽസ് അങ്ങനെയുള്ള സംഭവം ബോഡിക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം കൂടെ ബ്ലഡിലേക്ക് ഒബ്സർവ് ആകുന്നു. അപ്പൊ ബ്ലഡിലേക്ക് ഒബ്സർവ് ആയിട്ടുള്ള ഈ മിനറൽസ് അല്ലെങ്കിൽ ആ ഫുഡ് പാർട്ടിക്കിൾസും നമ്മൾ ശ്വസിച്ച ഓക്സിജനും ആ ഓക്സിജൻ ബ്ലഡിലേക്ക് അപ്പൊ ഹീമോഗ്ലോബിൻ ആക്കുകയാണ്. ഹീമോഗ്ലോബിനുമായിട്ട് ചേർന്നിട്ട് ഓക്സിഹീമോഗ്ലോബിൻ ആകുകയും ഈ ഫുഡ് പാർട്ടിക്കിൾസുമായിട്ട് പ്രവർത്തിച്ചിട്ട് എന്തുണ്ടാകുന്നു? കാർബൺ ഡയോക്സൈഡും പിന്നെ വാട്ടറും പിന്നെ എനർജിയും ഉണ്ടാകുന്നു. ഈ എനർജി നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നു. ആൻഡ് വേസ്റ്റ് ആയിട്ടുള്ള കാർബൺ ഡയോക്സൈഡും വാട്ടറും ബോഡിക്ക് ഇനി ആവശ്യമില്ല. സോ ദിസ് കാർബൺ ഡയോക്സൈഡ് അഗൈൻ ഇറ്റ് വിൽ കം ബാക്ക് ടു ദ ലങ്സിലേക്ക് തിരിച്ചു വരും. തിരിച്ചു വന്നു കഴിയുമ്പോൾ നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്ത് അതിനെ പുറത്തോട്ട് വേസ്റ്റ് ആയിട്ട് കളയുന്നു. പിന്നെ വാട്ടർ ആവശ്യമുള്ളത് എടുത്തല്ലോ, ബാക്കിയുള്ളത് എന്താണെന്നു നമ്മുടെ ശരീരത്തിലെ സ്വെറ്റിങ്സിലൂടെയും എക്സ്ക്രിയേറ്ററി എന്ന് വെച്ചാൽ ഇവിടെ യൂറിൻ പാസ് ചെയ്യുന്നതിലൂടെയും പുറത്തേക്ക് പോകുന്നു. അതാണ് ഗ്ലൂക്കോസ് പ്ലസ് ഓക്സിജൻ. ഗ്ലൂക്കോസ് നമ്മൾ കഴിച്ച ഫുഡിലുള്ള ഗ്ലൂക്കോസ് പ്ലസ് ഓക്സിജൻ ചേർന്ന് കഴിയുമ്പോൾ കാർബൺ ഡയോക്സൈഡ്, വാട്ടർ ആൻഡ് എനർജി ഈസ് റിലീസ്ഡ്. ഓക്കെ, അതിന് ഇവിടെ തന്നിരിക്കുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ്. എക്സ്പെരിമെന്റ് 522 പേജിൽ തന്നിരിക്കുന്ന എക്സ്പെരിമെന്റ്. കാർബൺ ഡയോക്സൈഡ് ഇൻ ഇൻഹാൽഡ് ആൻഡ് ഇൻഹാൽഡ് എയർ, എക്സാൽഡ് ആൻഡ് ഇൻഹാൽഡ്. ഞാൻ ഇവിടെ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ വേണ്ടി നോക്കിയ, പക്ഷെ നമ്മുടെ ക്രോം അത് വർക്ക് ആകുന്നില്ല. നോക്കട്ടെ ആകുന്നുണ്ടോന്നേ. ഓക്കെ, ക്രോം ഈസ് നോട്ട് റെസ്പോണ്ടിങ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. ക്രോമിലൂടെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നത്. ഇനി മറ്റേത് നോക്കട്ടെ.
നോക്കട്ടെ. Exhaled. Let me see whether it will come or not. Science for Schools. In this episode, we're going to compare the levels of carbon dioxide inhaled and exhaled. വല്ലം കേട്ടായിരുന്നോ സൗണ്ട്? 1 സെക്കൻഡ് നോക്കട്ടെ. ഷെയർ Air. For this experiment, we're going to use lime water. Lime water indicates the presence of carbon dioxide. So when there's carbon dioxide present, lime water will turn from a clear to a milky color. We have them in a couple of test tubes. 2 test tubes you have to take. ആ ചിത്രത്തിൽ നോക്കിയാൽ 2 test tubes. രണ്ടിലും ലൈം വാട്ടർ എടുക്കുക. എന്നിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു രണ്ടിലും പുറത്തേക്ക് എയർ പോകാൻ പറ്റുന്ന ചെറിയ ട്യൂബുകൾ ഇടുക. പിന്നെ ഒരു ട്യൂബ് കൊണ്ട്, അതായത് ഈ 2 ടെസ്റ്റ് ട്യൂബിനെയും ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പൈപ്പ് വേണം. ആ പൈപ്പിന്റെ കറക്റ്റ് നടുക്ക് കട്ട് ചെയ്തിട്ട് അവിടെ ഒരു റബ്ബർ പൈപ്പ് ഫിറ്റ് ചെയ്യണം. എന്നിട്ട് കാണിച്ചു തരും. നോക്കാം. One test tube just has a straw going down into lime water. The other test tube has 2 straws in a stopper going into the test tube. So first of all, guys, you need goggles on because you need your eyes to see the results. Okay, in the first test tube, I'm going to exhale into the straw and the straw into the lime water, and we'll see the lime water turn milky. Now you can see the lime water in this test tube has turned a milky colour, and that shows that there's carbon dioxide present in the exhaled air. Now for this test tube, I'm going to inhale into the red straw. That's going to draw the air through the blue straw, down through the lime water, and up out the red straw. That should mean that only air from outside will pass through the lime water. And can you see the lime water has a clear colour. So First you can see unmute, there, please now, mute yourself. the exhaled air, the lime water has turned a milky colour. The inhaled air, the lime water has stayed clear. That shows that there's more carbon dioxide in exhaled air than. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നമുക്ക് ഈ തന്നിരിക്കുന്നതിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് നമുക്ക് ആ എക്സ്പെരിമെന്റ് കാണിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദാറ്റ് ഈസ്, ഒരു ടെസ്റ്റ് ട്യൂബ് എടുത്തിട്ട് രണ്ട് ടെസ്റ്റ് ട്യൂബ് എടുത്തിട്ട് രണ്ടിലും ലൈം വാട്ടർ ഒഴിക്കുക. എന്നിട്ട് ഒന്നിലേക്ക് നമ്മൾ ഓക്സിജൻ ഇങ്ങനെ ബ്രീത്ത് ഔട്ട് ചെയ്യുക. നമ്മൾ തന്നെ ഊതി വിടുക. നമ്മൾ ഊതി വിടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് ആണല്ലോ പോകുന്നത്. ഓക്കെ, when this carbon dioxide enter into that lime water, what it happens, it will turn into milky color ആകും. മനസ്സിലായോ? സെക്കൻഡ് വണ്ണില് പക്ഷെ അതിലന്നേരം പുറത്തോട്ട് പോകുന്നില്ല, കാർബൺ ഡൈ ഓക്സൈഡ് അതിൽ തന്നെ നിൽക്കുകയാണ്, അതുകൊണ്ട് ഇറ്റ് ടേൺസ് മിൽക്കി. സെക്കൻഡ് വണ്ണില് when he ബ്രീത്ത് ഔട്ട് അത് ചെയ്യുമ്പോൾ പുറത്തോട്ട് പോകുന്നുണ്ട്. ഓക്കെ, ഒന്നും കൂടെ കാണിച്ച, അപ്പം അത് മിൽക്കി കളർ ആവത്തില്ല. നമുക്ക് ഇത് തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്ന സംഭവം ഇവിടെ.
In this episode, we're going to compare the levels of carbon dioxide in inhaled and exhaled air. white color For this experiment, we're going to use lime water. Lime water indicates the presence of carbon dioxide. So when there's carbon dioxide present, lime water will turn from a clear to a milky colour. We have them in a couple of test tubes here. One test tube just has a straw going down into the lime water. The other test tube has 2 straws in 2 rows are there. going into the test tube. So first of all, guys, you need goggles on because you need your eyes to see the results. Okay, in the first test tube, I'm going to exhale into the straw and the straw into the lime water, and we'll see the lime water turn milky. അതിനകത്ത് ലൈം വാട്ടർ ഇപ്പൊ അതാ കാരണം കാർബൺ ഡയോക്സൈഡ് ആണ് അയാൾ ബ്രീത്ത് ഔട്ട് ചെയ്യുന്നത് അല്ലേ? Now you can see the lime water in this test tube has turned a milky colour, and that shows that there's carbon dioxide present in the exhaled air. Now for this test tube, I'm going to inhale into the red straw. That's going to draw the air through the blue straw, down through the lime water and up out the red straw. That should mean that only air from outside will pass through the lime water. And you can see the lime water there has stayed clear colour. So you can see there, now, the exhaled air, the lime water has turned milky colour. Inhaled air, the lime water has stayed clear. That shows that there's more carbon dioxide in exhaled air than there is. Okay, അത് ക്ലിയർ ആയിട്ട് മനസ്സിലായോ? രണ്ടിലും നമ്മുടെ ലൈം വാട്ടർ എടുത്തു, എന്നിട്ട് ഒന്നിലേക്ക് നമ്മൾ ഇങ്ങനെ ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? അത് മിൽക്കി ആകും. ബിക്കോസ് നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുന്നത് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ്. പക്ഷെ മറ്റതിൽ എന്ത് സംഭവിക്കുന്നത്? 2 പൈപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ എയർ അതിലേക്ക് ഇടുമ്പോൾ നമ്മളിങ്ങനെ ബ്രീത്ത് ചെയ്യുമ്പോൾ അതിനൊക്കെ ഉള്ളിലേക്ക് നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന സമയത്ത് ഈ കാർബൺ ഡൈ ഓക്സൈഡ് ആ പൈപ്പിൽ കൂടെ പുറത്തോട്ട് പോവുകയും ചെയ്യും അല്ലേ? സോ ഇറ്റ് ഡസ് നോട്ട് ടേൺ മിൽക്കി. അത് പിന്നെ മിൽക്കി കളർ ആകുന്നില്ല. ദാറ്റ് മീൻസ് നമ്മൾ എക്സാൽ ചെയ്യുന്ന, അതായത് ഉള്ളിലേക്ക് എടുക്കുന്നല്ല, പുറത്തോട്ട് എടുക്കുന്ന എയറിൽ എന്തുണ്ട്? കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടെന്ന് തെളിയിക്കുന്ന, പ്രൂവ് ചെയ്യുന്ന എക്സ്പെരിമെന്റ് ആണ്. ഇവിടെ അതിന്റെ താഴെ തന്നിരിക്കുന്നത് ഇൻ വിച്ച് ടെസ്റ്റ് ട്യൂബ് ടെസ്റ്റ് ദ ലൈം വാട്ടർ ടേൺ മോർ മിൽക്കി വാട്ട് ഡസ് ദിസ് ഷോ എന്ന് വെച്ചാൽ ഇതിന്റെ എന്താണ് ഇത് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇതൊന്നുകൂടെ വായിക്കാം. ടേക്ക് 2 ടെസ്റ്റ് ട്യൂബ്സ്, ഈച്ച് ഓഫ് ദം ഹാഫ് ഫിൽഡ് വിത്ത് ലൈം വാട്ടർ യൂസിംഗ് 2 ഹോൾഡ് സ്റ്റോപ്പേഴ്സ്, ഗ്ലാസ് ട്യൂബ്സ് ആൻഡ് ക്ലിപ്സ്. സെറ്റ് അപ്പ് ദ അപ്പാരറ്റസ് as shown in figure 11:11. Use the rubber tube at the middle to breathe in and breathe out the mouth. As you suck in air through the rubber tube, open X and close Y. അപ്പോൾ അതിനേക്കാൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എക്സ്പെരിമെന്റ് നമ്മളിപ്പം കണ്ടതാണ്. ഒന്ന് നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് ഒരെണ്ണം അടയ്ക്കുകയും മറ്റത് തുറക്കുകയും ചെയ്യാനൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഒന്ന് എന്താകുന്നു? മിൽക്കി കളർ ആകുന്നു. മറ്റത് മിൽക്കി കളർ ആകുന്നത് വളരെ കുറച്ചായിരിക്കും, കാരണം കുറച്ച് എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് അങ്ങോട്ട് ചെല്ലുള്ളൂ. ഓക്കെ, ഓക്സിജൻ 21%, കാർബൺ ഡൈ ഓക്സൈഡ് 0.04% ലങ്സിൽ. അത് നമ്മൾ ഇൻഹാൽ ചെയ്യുമ്പോൾ ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് എങ്ങനെയാണ്? 21% ഓക്സിജനും 0.04% കാർബൺ ഡൈ ഓക്സൈഡുമാണ് ഉള്ളിലേക്ക് പോകുന്നത്. പക്ഷെ നമ്മൾ എക്സാൽ ചെയ്യുമ്പോൾ, പുറത്തേക്ക് വിടുമ്പോൾ ഓക്സിജൻ 60%, കാർബൺ ഡൈ ഓക്സൈഡ് 4.4%. Next, activity 6, experimental investigation, rate of breathing. Still you sit still for some time, measure your breathing rate. അതായത് ചുമ്മാ ഇങ്ങനെ ഇരുന്നിട്ട് നിങ്ങൾ 1 മിനിറ്റ് കറക്റ്റ് ടൈം മൊബൈലൊക്കെ നോക്കിയിട്ട് കറക്റ്റ് നിങ്ങളുടെ മൊബൈൽ, ഇപ്പൊ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ എടുക്കുക. അതിൽ ഇപ്പം ഇറ്റ്സ് ഓൾറെഡി 9:33. നിങ്ങൾക്ക് 10 o'clock ക്ലാസ് വിൽ ബി ഓവർ, isn't it? സോ 10 o'clock കഴിഞ്ഞിട്ട് 10:01 എന്ന് കാണിക്കുന്ന സെക്കൻഡ് നിങ്ങൾ ഇങ്ങനെ ഇരുന്നിട്ട് ബ്രീത്ത് ചെയ്യുക. അപ്പൊ 10:01 എന്ന് കാണിച്ചിട്ട് 10:02 അല്ലെങ്കിൽ നിങ്ങൾ ഒരു ടൈം എടുക്കുന്നത്, ഒറ്റ 1 മിനിറ്റ് നിങ്ങൾ എത്ര തവണ ബ്രീത്ത് ചെയ്യുന്നു എന്നിങ്ങനെ ആ 1 മിനിറ്റും കൊണ്ട് യു ഷുഡ് കൗണ്ട് ചെയ്യണം എത്ര തവണ നിങ്ങൾ ബ്രീത്ത് ചെയ്യുന്നു. നിങ്ങൾ ആർട്ടിഫിഷ്യൽ ആയിട്ടൊന്നും ചെയ്യണ്ട, സാധാരണ നിങ്ങൾ എത്ര സമയം നിങ്ങൾ അത് ബ്രീത്ത് ചെയ്യുന്നു, എത്ര തവണ നിങ്ങൾ ചെയ്യുന്നു നോക്കുക. ആൻഡ് after that, what you have to do? Do light exercise like walking a minute and again measure your breathing. Then you just get up and walk inside the house and then come. വീടിന്റെ അകത്തോ ജസ്റ്റ് മുറ്റത്തൂടെ ഒന്ന് നടന്നിട്ട് വന്നിട്ട് വീണ്ടും നിങ്ങളുടെ ബ്രീത്തിങ് റേറ്റ് നോക്കുക.
അപ്പോൾ എത്ര തവണ നിങ്ങൾ ബ്രീത്ത് ചെയ്യുന്നു 1 മിനിറ്റിൽ? കൗണ്ട് ചെയ്യുക. പിന്നെ അതിനുശേഷം ജസ്റ്റ് then you do another heavy exercise like running. Run from house to next neighbor's house, then return back from there. അങ്ങനെ 1-2 തവണ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക. ഇപ്പം ബ്രീത്ത് ചെയ്യണ്ട, ഇപ്പൊ എക്സസൈസ് ചെയ്യണ്ട. ഓഹോ ഓക്കെ. അപ്പൊ തേർഡ് വണ് നിങ്ങൾ ഹെവി എക്സസൈസ് മീൻസ് റണ്ണിങ്, ജമ്പിങ് ലൈക്ക് ദാറ്റ് വേ യു ഡു സം എക്സസൈസ് ആൻഡ് ദെൻ യു ടെസ്റ്റ് ഹൗ മെനി ടൈംസ് യു ബ്രീത്ത് ഇൻ എ മിനിറ്റ്. 3 ഓൾസോ വിൽ ബി ഡിഫറെന്റ്. 3ഉം വ്യത്യാസമായിരിക്കും. നമ്മൾ സാധാരണ ഇങ്ങനെ ബ്രീത്ത് ചുമ്മാ ഇരിക്കുന്ന സമയത്ത് നമുക്ക് അധികം എനർജി ആവശ്യമില്ല അല്ലേ? അപ്പൊ നമ്മൾ ബ്രീത്തിങ്ങിന്റെ എണ്ണം കുറവായിരിക്കും. സെക്കൻഡ്, വെൻ വി ജസ്റ്റ് മൂവ് വാക്ക് അറൌണ്ട് ആൻഡ് ദെൻ ടെസ്റ്റ് യുവർ ബ്രീത്തിങ് നമ്പേഴ്സ്. എത്ര തവണ ബ്രീത്ത് ചെയ്തു നിങ്ങൾ ഒന്ന് ജസ്റ്റ് വീടിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ നടന്നേച്ച് നിങ്ങൾ ടെസ്റ്റ് ചെയ്യുക. അപ്പൊ കുറച്ചും കൂടെ കൂടുതലായിരിക്കും, ബിക്കോസ് യു യൂസ്ഡ് സം എനർജി. അഗെയിൻ third one, just to run fastly here and there and then come and test how many times, then it will be more, because you will be ipo faith kaanicha pole like this way you will be breathing, isn't it? Appo ennam kooduthalayirikkum, adana nammalodu paranjirikkunnathu. Was a perceptible difference. Now do heavy exercise like running for 100 meters or measure your breathing rate. What you find? Why do you think you breathe at a higher rate when you exercise? Okay, this is similar to chemical reaction that occurs during burning of composition. However, the two processes differ from each other. Further, table 11 differentiates between breathing and cellular respiration. ബ്രീത്തിങ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ശ്വസിക്കുന്ന ആ ഒരു റെസ്പിറേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഇനി സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ബ്രീത്ത് ചെയ്ത ഓക്സിജൻ ഫുഡുമായിട്ട് മിക്സ് ചെയ്തിട്ട് വരുന്ന ആ ഒരു ഇതിലാണ് ഇൻസൈഡിൽ നടക്കുന്നത്, ബോഡിയുടെ സെല്ലിൽ നടക്കുന്ന റെസ്പിറേഷൻ ആണ് സെല്ലുലാർ റെസ്പിറേഷൻ. മുമ്പേ ഞാൻ പറഞ്ഞത്, നമ്മൾ ബ്രീത്ത് ചെയ്തത് ഉള്ളിലേക്ക് വന്ന ആ ഓക്സിജൻ നമ്മുടെ സെല്ലിലുള്ള നമ്മുടെ ബ്ലഡിലുള്ള ഫുഡ് പാർട്ടിക്കിൾസിന്റെ അബ്സോർബ് ചെയ്ത ഭാഗങ്ങളുമായിട്ട് ഇൻവോൾവ് ആയിട്ട് മിക്സ് ചെയ്തിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. അതിന്റെ ഡിഫറൻസ് ആണ് താഴെ ഈ ടേബിളിൽ തന്നിരിക്കുന്ന 123. അവിടെ ഫസ്റ്റ് വൺ ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ കോമ്പോസിഷൻ ആൻഡ് സെല്ലുലാർ റെസ്പിറേഷൻ. സാധാരണ നമ്മുടെ ബ്രീത്തിങ്ങിൽ വരുന്നത് അതായത് സെല്ലുലാർ റെസ്പിറേഷനിൽ വരുന്നതും കോമ്പോസിഷനിൽ വരുന്നതും പാരാമീറ്റർ. ഫസ്റ്റ് റേറ്റ്. കോമ്പോസിഷൻ ഈസ് എ ഫാസ്റ്റ് പ്രോസസ്സ്, വേഗം നടക്കുന്ന ഒരു പ്രോസസ്സാണ്. പക്ഷെ സെല്ലുലാർ റെസ്പിറേഷൻ ഈസ് എ സ്ലോ പ്രോസസ്സ്, ഉള്ളിൽ നടക്കുന്ന സെല്ലിൽ നടക്കുന്ന ഒരു സ്ലോ ആയുള്ള പ്രൊസീജിയർ ആണ്. ടെമ്പറേച്ചർ, ഇറ്റ് ഒക്കേഴ്സ് അറ്റ് ഹൈ ടെമ്പറേച്ചർ. നെക്സ്റ്റ് സെല്ലുലാറിൽ ഇറ്റ് ഒക്കേഴ്സ് ബോഡി ടെമ്പറേച്ചർ. സാധാരണ നമ്മുടെ ബോഡി ടെമ്പറേച്ചറിൽ നടക്കുന്നതാണ് നമ്മുടെ കോമ്പോസിഷനിലും സെല്ലാറിലും ഉള്ള ഡിഫറൻസിൽ. നെക്സ്റ്റ് പ്ലേസ്, അത് എവിടെയാണെന്ന്. ഇറ്റ് ക്യാൻ ഒക്യൂർ എനിവെയർ, പക്ഷേ ഇറ്റ് ഒക്കേഴ്സ് ഓൺലി ഇൻ ലിവിങ് സെൽസ്. നമ്മുടെ ബോഡിയിലുള്ള ലിവിങ് സെൽസിൽ മാത്രം, ഡെഡ് സെൽസിലല്ല, ലിവിങ് സെൽസിൽ മാത്രം നടക്കുന്നതാണ് സെല്ലുലാർ റെസ്പിറേഷൻ. ബട്ട് കമ്പോസിഷൻ എന്ന് പറയുമ്പോൾ അത് എവിടെ വേണമെങ്കിലും നടക്കും, ബോഡിയുടെ ഏത് ഭാഗത്ത് വേണമെങ്കിലും നടക്കും. നെക്സ്റ്റ് എനർജി. എനർജി ഈസ് റിലീസ്ഡ് ഇൻ എ സിംഗിൾ സ്റ്റെപ്പ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് ആൻഡ് ലൈറ്റ്. ഇത് ഈ കോമ്പോസിഷൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഓടുകയോ ചാടുകയോ ഒക്കെ ചെയ്ത് നമ്മുടെ ബോഡിയൊക്കെ ചൂടാകും, കളിക്കുകയൊക്കെ ചെയ്ത്. അപ്പൊ എനർജി ഈസ് റിലീസ്ഡ് ഇൻ എ സിംഗിൾ സ്റ്റെപ്പ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് ആൻഡ് ലൈറ്റ്. ബട്ട് സെല്ലുലാർ റെസ്പിറേഷനിലോ എനർജി ഈസ് റിലീസ്ഡ് ഇൻ സ്റ്റെപ്സ് ആൻഡ് സ്റ്റോർഡ് ഇൻ കെമിക്കൽ മോളിക്യൂൾസ് കോൾഡ് ATP. നമ്മുടെ ശരീരത്തിലെ സെല്ലിലെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കും ഇതിൽ നിന്നുണ്ടാകുന്ന എനർജി. സെക്കൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ ബ്രീത്തിങ് ആൻഡ് സെല്ലുലാർ റെസ്പിറേഷൻ. നമ്മളിങ്ങനെ ബ്രീത്ത് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എങ്ങനെയാന്ന്. നേച്ചർ ഓഫ് പ്രോസസ്. ഇറ്റ് ഈസ് എ ഫിസിക്കൽ പ്രോസസ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ്. നോ കെമിക്കൽ റിയാക്ഷൻ ടേക്ക് പ്ലേസ്. ബ്രീത്തിങ്ങിൽ ഇറ്റ് ഈസ് എ നാച്ചുറൽ ആയിട്ടുള്ള പ്രൊസീജിയർ ആണ്. അവിടെ നോ കെമിക്കൽ റിയാക്ഷൻ വിൽ ടേക്ക് പ്ലേസ്. ബട്ട് ഇൻ സെല്ലുലാർ റെസ്പിറേഷൻ കെമിക്കൽ റിയാക്ഷൻ ഓഫ് ഓക്സിഡേഷൻ ഓഫ് ഫുഡ് ടേക്ക് പ്ലേസ്. അപ്പം ഇവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത് ഓക്സിഡേഷൻ. നമ്മൾ പറഞ്ഞു ഓക്സിഡേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ബ്രീത്ത് ചെയ്ത ഓക്സിജനും ബോഡിയിൽ ഉണ്ടായിരുന്ന ഗ്ലൂക്കോസും കൂടെ ഓക്സിഡേഷൻ നടക്കുന്നതാണ് അവിടെ അല്ലേ. നെക്സ്റ്റ്
അതിന്റെ പ്ലേസ് ഇറ്റ് ടേക്സ് പ്ലേസ് ഔട്ട്സൈഡ് ദ സെൽസ്. ലങ്സിലൊക്കെയാണ് ഈ ബ്രീത്തിങ് വരുന്നത്. പക്ഷേ സെല്ലുലാർ റെസ്പിറേഷൻ മീൻസ് ഇറ്റ് ടേക്സ് പ്ലേസ് വിതിൻ ദ സെൽസ്. സെൽസുമായിട്ട് ബന്ധപ്പെട്ട, കോശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് എനർജി. ദർ ഇസ് നോ റിലീസ് ഓഫ് എനർജി. നമ്മൾ ബ്രീത്ത് ഇന്നും ബ്രീത്ത് ഔട്ടും ഒക്കെ ചെയ്യുന്ന സമയത്ത് ദർ ഇസ് നോ എനർജി ഇസ് പ്രൊഡ്യൂസ്ഡ്. ബട്ട് ഈ പറഞ്ഞ സെല്ലുലാർ റെസ്പിറേഷൻ എനർജി ഈസ് പ്രൊഡ്യൂസ്ഡ്. We have studied about the respiration that take place in the presence of oxygen. This is called aerobic respiration. So, if respiration take place in the presence of oxygen, നമ്മൾ റെസ്പിറേഷൻ ചെയ്യുന്നത് നമ്മൾ പ്രസൻസ് ഓഫ് ഓക്സിജന്റെ ഹെൽപ്പോടുകൂടി ചെയ്യുന്നതാണെങ്കിൽ എയറോബിക് റെസ്പിറേഷൻ എന്ന് പറയുന്നു. ഹിയർ ഫുഡ് ഇൻ ദ ഫോം ഓഫ് ഗ്ലൂക്കോസ് ഈസ് ഓക്സിഡൈസ്ഡ് ടു പ്രൊഡ്യൂസ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. ഇൻ ദ പ്രോസസ് എനർജി ഈസ് റിലീസ്ഡ്. Aerobic respiration is carried out in almost all plants and animals. Almost എല്ലാ പ്ലാന്റ്സിലും അനിമൽസിലും എയറോബിക് റെസ്പിറേഷൻ നടക്കും. കാരണം അവിടെ ഓക്സിജനും ഈ റെസ്പിറേഷനിൽ ഓക്സിജൻ ഉണ്ട്. മനസ്സിലായോ? ഓക്സിജൻ നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുന്നതും ബ്രീത്ത് ഔട്ട് ചെയ്യുന്നതും എല്ലാം എയറോബിക് റെസ്പിറേഷൻ ആണ്. നമ്മളിങ്ങനെ ബ്രീത്ത് ചെയ്യുന്നതാണ് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. അവിടെ ഓക്സിജൻ ആണ് നമ്മൾ ബ്രീത്ത് ചെയ്യുന്നത് അല്ലെ. പ്ലാന്റ്സും അങ്ങനെയല്ലേ ചെയ്യുന്നത്? Plants oxygen will breathe in the, yes. But some organisms such as yeast and some bacteria can live without oxygen. എല്ലാ ലിവിങ് ഓർഗാനിസംസ് എന്ന് പറഞ്ഞിട്ടും some small microorganisms they can live without oxygen. Oxygen ഇല്ലാതെ ജീവിക്കാം. ആർക്കൊക്കെ? yeast and bacteria. Some bacteria, not all bacteria. എല്ലാ ബാക്ടീരിയസും അല്ല, ചെറിയ ചില ബാക്ടീരിയാസും ഈസ്റ്റും. In their cells, glucose is broken into alcohol and carbon dioxide without using oxygen to give energy. ഇത് മൈക്രോ ഓർഗാനിസംസ് ആണ്. ഈ സെൽസിൽ ഇത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തതാണ് ഈ മൈക്രോ ഓർഗാനിസം എന്ന് പറയുന്നത്. ഈ പറയുന്ന മൈക്രോ ഓർഗാനിസംസ്, അതായത് ഈസ്റ്റ് ആൻഡ് സം ബാക്ടീരിയാസ്, they use in their cells, അവരുടെ സെല്ലിൽ എന്താ സംഭവിക്കുന്നത്? ഗ്ലൂക്കോസ് ഈസ് ബ്രോക്കൺ ഇൻ ടു ആൽക്കഹോൾ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡും ആകുവാണ് വിത്തൗട്ട് ഓക്സിജൻ. ഓക്സിജൻ ഇല്ലാതെ തന്നെ. പക്ഷെ മറ്റു ഇതിലെല്ലായിടത്തും ഓക്സിജൻ ആവശ്യമാണ്. നമുക്കെല്ലാം ഓക്സിജൻ ആവശ്യമാണ്. എങ്കിലാണ് നമ്മളുടെ ഓക്സിജൻ, നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന ഓക്സിജനും കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ ബോഡിയിലേക്ക് വന്നിരിക്കുന്ന നമ്മുടെ ബോഡിയിലെ ഫുഡ് പാർട്ടിക്കിൾസുമായിട്ട് മിക്സ് ആകുന്നത് ഈ ഓക്സിജൻ ആണ്. പക്ഷെ ഈ ഈസ്റ്റ് അതുപോലെ സം ബാക്ടീരിയാസ് എന്ത് ചെയ്യുന്നു? അവരുടെ ബോഡിയിൽ, അവരുടെ സെൽസിൽ ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഗ്ലൂക്കോസ് ഈസ് ബ്രോക്കൺ ഇൻ ടു ആൽക്കഹോൾ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ദേ ആർ നോട്ട് യൂസിങ് എനി ഓക്സിജൻ ബട്ട് ദേ ആർ പ്രൊഡ്യൂസിങ് എനർജി ഫോർ ദം. അവർക്ക് ആവശ്യമായിട്ടുള്ള എനർജി ഓക്സിജൻ ഉപയോഗിക്കാതെ തന്നെ ആകുന്നു. This process is called anaerobic respiration. Anaerobic respiration എന്നാണ് അറിയപ്പെടുന്നത്. ഈ anaerobic respiration എന്ന് പറയുമ്പോൾ, അതായത് aerobic respiration means respiration that take place in the presence of oxygen. ഓക്സിജന്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന റെസ്പിറേഷൻസ്. നമ്മുടെ എല്ലാം അങ്ങനെയാണ്. നമ്മൾ ഓക്സിജൻ ആണ് റെസ്പിറേഷൻ ചെയ്യുന്നത് അല്ലെ, ബ്രീത്ത് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഈ ഓക്സിജൻ മുഖാന്തരമുള്ള റെസ്പിറേഷനെ നമ്മൾ എയറോബിക് റെസ്പിറേഷൻ എന്ന് പറയുന്നു. ബട്ട് ദ റെസ്പിറേഷൻ വിച്ച് ഈസ് നോട്ട് ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ ഈസ് നോൺ ആസ് anaerobic respiration. എയറോബിക് അല്ലാത്ത റെസ്പിറേഷൻ, ദാറ്റ് ഈസ് ഓൺലി ഇൻ സം ബാക്ടീരിയാസ് ആൻഡ് ഇൻ ഈസ്റ്റ്. മൈക്രോ ഓർഗാനിസംസ് ആണ്. അവരുടെ സെല്ലിൽ ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് ബ്രേക്ക് ചെയ്യുന്നു. എങ്ങനെ? ബ്രേക്സ് ഇൻ ടു കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ആൽക്കഹോൾ. ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡും ആകുന്നു. എന്നിട്ട് അത് എനർജി നൽകുന്നു ഇൻസ്റ്റെഡ് ഓഫ് ഓക്സിജൻ. ഓക്സിജൻ ഉണ്ടാകുന്നില്ല അവിടെ. ഈ ഓക്സിജൻ ഒരു റോളും ഇല്ല, ഓക്സിജൻ ഇല്ല. So that type of process is known as anaerobic respiration. The amount of oxygen given out in anaerobic respiration is much less than in aerobic respiration. അപ്പം
അവിടെ എനർജിയും വളരെ കുറവായിരിക്കും. നമ്മൾ ഓക്സിജൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊക്കെ കിട്ടുന്ന എനർജി പോലെ അവിടെ ഈ ബാക്ടീരിയക്കും ഈസ്റ്റിനും എനർജി വളരെ കുറവായിരിക്കും, നമുക്ക് കിട്ടുന്ന പോലെ ഉണ്ടാവത്തില്ല. Yeast is a unicellular organism that respirates anaerobically to yield alcohol. Yeast is therefore used to make beer and wine. ഈ ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ആൽക്കഹോൾ? കേട്ടിട്ടേ ഇല്ല വാക്ക്. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ആൽക്കഹോൾ? വൈനോ? അൺമ്യൂട്ടഡ് സർ. ആർക്കും അറിയത്തില്ലേ? ദൈവമേ, 7th സ്റ്റാൻഡേർഡിലെ പഠിക്കുന്നത്. അൺമ്യൂട്ടഡ് സർ. ഫെയ്ത്ത് പറഞ്ഞേ. അറിഞ്ഞൂടാ. ഷൗണ്ട് അറിയാവോ? ഓക്കെ. ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ മദ്യം എന്നാണ് അർത്ഥം. കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരു വാക്ക്? മദ്യം. അറിയാം. അല്ല, ഉണ്ടാക്കുന്നല്ല ഞാൻ ചോദിച്ചത്, എന്താണെന്നാ ചോദിച്ചത്. വാട്ട് ഈസ് ആൽക്കഹോൾ? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദാറ്റ്? ഉണ്ടാക്കുന്നത് എനിക്കും അറിയത്തില്ല. നമ്മളിങ്ങനെ ടി വിയിലൊക്കെ മറ്റേ സിനിമയിലൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ പാത്രങ്ങളോ ഏതാണ്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ വരുന്നത് കാണാം. നമുക്കറിയത്തില്ല. അത് എനിക്ക് പിന്നെ അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈസ്റ്റ് ഈസ് എ യൂണിസെല്ലാർ ഓർഗാനിസം ദാറ്റ് റെസ്പിറേറ്റ്സ് എയറോബിക്കലി ടു ഈൽഡ് ആൽക്കഹോൾ. അതായത് നമ്മൾ മോളി പറഞ്ഞു ഈസ്റ്റിന്റെ ബ്ലഡിലുള്ള അതിന്റെ സെല്ലിലുള്ള, ബ്ലഡിലല്ല സെല്ലില്, അത് ഒറ്റ സെല്ലേ ഉള്ളൂ. ആ സെല്ലിലുള്ള ഗ്ലൂക്കോസ്, അതിന്റെ ഫുഡ് എന്ന് പറയും, ഫുഡിൽ നിന്നുണ്ടാകുന്നതാണല്ലോ ഗ്ലൂക്കോസ്. ദാറ്റ് ഈസ് ബ്രോക്കൺ ഇൻ ടു ആൽക്കഹോൾ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ഈ നമുക്ക് ഇൻസ്റ്റെഡ് ഓഫ് ഓക്സിജന് പകരം കാർബൺ ഡൈ ഓക്സൈഡും പിന്നെ ആൽക്കഹോളും കൂടിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഈസ്റ്റിനെ ഉപയോഗിച്ചാണ് മദ്യം ഉണ്ടാക്കുന്നത്, ആൽക്കഹോൾ ഉണ്ടാക്കുന്നത്. കാരണം അതിന്റെ ശരീരത്തിൽ നിന്നും അത് ഫുഡ് കഴിച്ചു കഴിയുമ്പോൾ അത് കാർബൺ ഡൈ ഓക്സൈഡ് അത് ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന്റെ സെല്ലില് ആൽക്കഹോൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ആ സാധനം ഉപയോഗിച്ച് നമ്മളുടെയൊക്കെ വീട്ടിൽ ഈസ്റ്റ് വേറെ എന്തെങ്കിലും ആവശ്യത്തിന് ഈസ്റ്റ് ഉപയോഗിക്കാറുണ്ടോ? അറിയാവോ? അപ്പം ഉണ്ടാക്കാൻ വേണ്ടി, ടു ഗെറ്റ് സോഫ്റ്റ്നെസ് ഫോർ ദാറ്റ്, പുളിപ്പ് കിട്ടാൻ വേണ്ടിട്ട് അല്ലേ? അപ്പം നമ്മൾ കേക്ക് അങ്ങനെയുള്ള ബേക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഈസ്റ്റ് ഉപയോഗിക്കാറുണ്ട്. സോഡ അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇനി ഈസ്റ്റ് ഇല്ലെന്നൊരിക്കലും അല്ലേ? ഓക്കെ. ചെറിയൊരു സാധനം, അതൊരു ഓർഗാനിസം ആണ്, മൈക്രോ ഓർഗാനിസം. അപ്പൊ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈസ്റ്റ് ഈസ് യൂസ് ടു മേക്ക് ആൽക്കഹോൾ ബിക്കോസ് ഇറ്റ്സ് സെൽ ഇൻ ദ സെല്ല് ഗ്ലൂക്കോസ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബ്രോക്കൺ ഇൻ ടു കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ആൽക്കഹോൾ. അത് കാർബൺ ഡൈ ഓക്സൈഡും ആൽക്കഹോളും ആകുന്നത് കൊണ്ട് തന്നെ ആൽക്കഹോൾ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ബീർ വൈനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി, അത് ആണുങ്ങളൊക്കെ കുടിക്കുന്നതാണ് ബീറും വൈനും ഒക്കെ. അതൊരു തരം എന്തെങ്കിലും ലഹരി കിട്ടുമായിരിക്കും, അതുകൊണ്ടാണല്ലോ അവര് കുടിക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ് വൺ, എക്സ്പെരിമെന്റ് ആക്ടിവിറ്റി 7, experimental investigation and aerobic respiration in living organisms. Boil some water for 15 minutes to remove all the dissolved oxygen in it. Half fill 2 flasks with this water. Seal the flask to prevent the water from coming in contact with air and allow the flask to cool. അപ്പം ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കുറച്ച് വെള്ളം എടുത്തിട്ട് ഒരു 15 മിനിറ്റോളം തിളപ്പിക്കുക. ഫോർ വാട്ട് വി ഹാവ് ടു ബോയിൽ ദാറ്റ് മച്ച് ടൈം? ടു റിമൂവ് ഓൾ ഓക്സിജൻ. ആ വെള്ളത്തിൽ ഡിസോൾവ് ആയിട്ടുള്ള ഫുൾ ഓക്സിജനെ റിമൂവ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ബോയിൽ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് ഓക്സിജനെ പുറത്തോട്ട് വരുള്ളൂ. പക്ഷെ നമ്മൾ ബോയിൽ ചെയ്ത് അവസാനം ഫുൾ ഓക്സിജൻ പുറത്ത് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ നമ്മൾ ഒരു ഫ്ലാസ്കിലേക്ക് ഒഴിച്ചു വെക്കുക, എന്നിട്ട് അടച്ചു വെക്കണം. പിന്നെ എന്തിനാ അടച്ചു വെക്കണം എന്ന് പറയുന്നത്? ബിക്കോസ് അഗെയിൻ ഇറ്റ് ഷുഡ് നോട്ട് കം ഇൻ കോണ്ടാക്ട് വിത്ത് ഓക്സിജൻ. അടച്ചു വെച്ചില്ലെങ്കിൽ പിന്നെ ഓക്സിജൻ അതിനകത്തോട്ട് വീണ്ടും കയറും അല്ലെ? അതുകൊണ്ട് ഈ ഫ്ലാസ്ക് എയിൽ തന്നിരിക്കുന്ന പോലെ വെള്ളം അതിനകത്ത് ഒഴിച്ചിട്ട് നന്നായിട്ട് അടച്ചു വെക്കുക, ചൂടുവെള്ളം. കുറേ സമയം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? കുറേ കഴിയുമ്പോൾ അത് തണുക്കും, വെള്ളം തണുക്കും അല്ലെ? ഓക്കെ. Seal the flask to prevent the water from coming in contact with and allow the flask to cool. When water is cooled, open the seal and dissolve glucose in each flask. And live yeast only the flask A. 2 ഫ്ലാസ്കിലായിട്ട് ഒഴിച്ചു വെക്കണം. എന്നിട്ട് ഒരു ഫ്ലാസ്കില് വെള്ളം നന്നായിട്ട് അടച്ചു വെക്കണം. കാരണം പിന്നെ അതിനകത്തോട്ട് ഒരു എയറും കയറാൻ പാടില്ല. ഇപ്പൊ ഓക്സിജൻ ഓൾറെഡി അതിനകത്തില്ല. ഇനി നമ്മൾ
നന്നായിട്ട് അടച്ചു വെച്ചാൽ വീണ്ടും ഓക്സിജൻ അതിനകത്തോട്ട് പ്രവേശിക്കത്തില്ല. അപ്പൊ എന്ത് സംഭവിക്കുന്നു? കുറെ കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? തണുക്കും. തണുത്ത് കഴിയുമ്പോൾ കുറച്ച് ഈസ്റ്റ് അതിനകത്തേക്ക് ഇടുക. ഫസ്റ്റ് ഒരെണ്ണത്തിൽ മാത്രം, സെക്കൻഡ് വണ്ണിൽ ഇടരുത്, ഒരു ഫ്ലാസ്കിൽ മാത്രം. രണ്ടും ഒരേപോലെയാണ് അടച്ചു വെച്ചിരിക്കുന്നത്. എന്നിട്ട് എല്ലാം തണുത്തൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇൻ വൺ ഫ്ലാസ്ക് വി ഹാവ് ടു പുട്ട് സം ഈസ്റ്റ്, ആഡ് സം ഈസ്റ്റ് ഓൺലി ഇൻ ഫ്ലാസ്ക്. ദെൻ സീൽ ആൻഡ് ഡിസോൾവ് ഗ്ലൂക്കോസ് ഇൻ ഈച്ച് ഫ്ലാസ്ക്. രണ്ടിനകത്തും ഗ്ലൂക്കോസും ഇടുക. ഗ്ലൂക്കോസും ഇടുക. പിന്നെ കുറച്ച് ഈസ്റ്റും ഒരെണ്ണത്തിന്. രണ്ടിനകത്തും ഗ്ലൂക്കോസ് ഇടണം, പക്ഷെ ഒരെണ്ണത്തിനകത്ത് മാത്രം ഈസ്റ്റും കൂടി ഇടണം. Put a thin layer of oil in on water in each flask. The layer of oil prevents oxygen in air form from dissolving in the water. അപ്പൊ നമ്മൾ തുറക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇച്ചിരി എയർ ഒക്കെ കയറാൻ സാധ്യതയുണ്ട് അല്ലേ? അതുകൊണ്ട് നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ രണ്ടെണ്ണത്തിനകത്തും കുറച്ച് ഓയിലും കൂടി ഒഴിക്കുക. എണ്ണ ഒഴിച്ചാൽ നമുക്കറിയാം ഓയിൽ വിൽ ബി ഓൾവേസ് ഫ്ലോട്ടിംഗ് ഓൺ ദി ടോപ്പ് ഓഫ് ദി ഓർ ദ സർഫേസ് ഓഫ് ദ വാട്ടർ. വെള്ളത്തിന്റെ മേളിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കും. അപ്പോൾ ഇനി പുതിയ അഥവാ തുറന്നപ്പോഴൊക്കെ ഓക്സിജൻ കുറച്ച് ഇച്ചിരിയൊക്കെ ആ ട്യൂബിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ, ഫ്ലാസ്കിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ വെള്ളത്തിലേക്ക് ഡിസോൾവ് ആകാതെ തടഞ്ഞു നിർത്തിക്കോളും. അത് രണ്ടെണ്ണത്തിലും വേണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഫസ്റ്റ് ബോയിൽ ദ വാട്ടർ ഫോർ few minutes, for 15-20 minutes, so that the dissolved oxygen in that water will be gone away from that. It will be removed from that. Now take that water. So remember that there is no oxygen in that water now. ഇപ്പൊ അതിനകത്ത് ഒട്ടും വെള്ളമില്ലാന്ന് ഓർക്കുക. സോറി, ഇപ്പൊ അതിനകത്ത് ഒട്ടും ഓക്സിജൻ ഇല്ല വെള്ളത്തിൽ. കാരണം നമ്മൾ അത് ബോയിൽ ചെയ്ത് മൊത്തം കളഞ്ഞു. എന്നിട്ട് നമ്മൾ 2 ഫ്ലാസ്ക് എടുത്ത് 2 ഫ്ലാസ്കിലും ഒഴിച്ചു വെക്കുക. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നന്നായിട്ട് അടച്ചും വെക്കണം. Because if you close that, again new air will not come in contact that water. ഇനി അതിനകത്ത് നന്നായിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ പുതിയ എയറിന് അല്ല തുറന്നു വെച്ചാൽ ഓഫ് കോഴ്സ് എയർ വരും, ഓക്സിജനായിട്ട് കോണ്ടാക്ട് ഉണ്ടാകും. Then we have to tightly close it and keep for the water to be cooled. Then when the water is cooled, we have to add some glucose into both ഫ്ലാസ്ക്. 2 ഫ്ലാസ്കിലും നമ്മൾ എന്തൊഴിക്കണം? കുറച്ച് ഗ്ലൂക്കോസ് ഇടുക. ആൻഡ് ഇൻ 1 ഫ്ലാസ്ക് വി ഹാവ് ടു ആഡ് സം ഈസ്റ്റ് ഓൺലി ഇൻ 1 ഫ്ലാസ്ക്. ഗ്ലൂക്കോസ് ഇൻ ബോത്ത് ഫ്ലാസ്ക് ബട്ട് ഈസ്റ്റ് ഇൻ 1 ഫ്ലാസ്ക്. ഒരെണ്ണത്തിലെ ഈസ്റ്റ് ഇടാവുള്ളൂ, 2ലും ഗ്ലൂക്കോസ് ഇടുക. അതിനുശേഷം 2ലും കുറച്ച് എണ്ണയും ഒഴിക്കുക. ഈ എണ്ണ ഒഴിക്കുന്നത് കൊണ്ട് ഈ പുതിയ എണ്ണ വെള്ളത്തിന് മേളിൽ പൊങ്ങിക്കിടക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അഥവാ ഈ തുറക്കും അടക്കുകയൊക്കെ ചെയ്തപ്പോൾ ഇച്ചിരി ഓക്സിജൻ ഒക്കെ കയറിയിട്ടുണ്ടെങ്കിൽ ഈ അടിയിലുള്ള വെള്ളവുമായിട്ട് യാതൊരു തരത്തിലും കോണ്ടാക്ട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എണ്ണ ഒഴിക്കുന്നത്. എന്നിട്ട് വീണ്ടും അടച്ചു വെക്കുക. എന്നിട്ട് നമ്മുടെ കോർക്കിൽ നിന്ന് ഒരു പൈപ്പ് ഇതിന്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ഇപ്പുറത്തെ ഒരു ട്യൂബ് വെച്ചിട്ടുണ്ട് അല്ലെ, 2 ട്യൂബിലേക്കും ലൈം വാട്ടർ വെക്കുക. ഒരു ട്യൂബിൽ കുറച്ച് ലൈം വാട്ടർ എടുത്തിട്ട് കണക്ട് ചെയ്ത് വെക്കുക. Put a thin layer of oil in water in each flask. The layer of oil prevents oxygen in the form dissolving in the water. Close each flask with a 1 held stopper. Insert a thin glass tube in each flask and let its other end dip in lime water taken in the test tube. Maintain the temperature at about 25 degrees Celsius by putting the flask in a water both if necessary. അതിനുശേഷം ഒരു 25 ഡിഗ്രി സെൽഷ്യസിൽ ഇങ്ങനെ ആ ചൂടിൽ വെക്കുക. ഒരുപാട് തണുത്ത സ്ഥലത്ത് കൊണ്ട് വെക്കാതെ അങ്ങനെ അടച്ചു വെക്കുക. കുറച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? Did you notice bubbles of colorless gas escaping from the solution of flask A and passing through the lime water into the test tube? അങ്ങനെ അനക്കാതെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ ആദ്യത്തെ ഫ്ലാസ്കിൽ ഇൻ വിച്ച് വി ഹാവ് ആഡഡ് സം ഈസ്റ്റ് ആഡ് ചെയ്ത ഫ്ലാസ്കിൽ നിന്നും ബബിൾസ് വിൽ കം ഔട്ട്. ഫസ്റ്റ് ഫ്ലാസ്കിൽ ബബിൾസ് വിൽ കം ഔട്ട് ആൻഡ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഈ ബബിൾസിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങോട്ട് പോകുന്നു? ഇറ്റ് വിൽ ഗോ ത്രൂ ദ ടു ദ ട്യൂബ് ത്രൂ ദ കണക്റ്റഡ് പൈപ്പ്. ആ കണക്ട് ചെയ്തേക്കുന്ന പൈപ്പിലൂടെ ഇപ്പുറത്തുള്ള ലൈം വാട്ടറിലേക്ക് വരും. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് വരുമ്പോൾ ഈ ലൈം വാട്ടറിന് എന്താ സംഭവിക്കുന്നത്? ഇറ്റ് വിൽ ടേൺ ഇൻ ടു മിൽക്കി. ഫസ്റ്റ് 1 മിൽക്കി ആകും, സെക്കൻഡ് 1 എന്ത് സംഭവിക്കുന്നു? ഒന്നും സംഭവിക്കില്ല. കാരണം ഈസ്റ്റില് അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായിട്ടില്ല, ഈസ്റ്റ് ഇട്ടിട്ടില്ല, അതുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായിട്ടില്ല. Our class will be cut off now.
Did you notice that bubbles of colorless gas escaping from the solution in flask A and passing through the lime water in the test tube? Did the lime water turn milky? The gas is therefore carbon dioxide. What about flask B? Flask B എന്തെങ്കിലും സംഭവിക്കുമോ? ഒന്നുമില്ല, കാരണം അവിടെ yeast ആഡ് ചെയ്തിട്ടില്ല. We conclude that the yeast in flask A produced carbon dioxide in the absence of oxygen. This proves that the yeast respirates anaerobically. അതായത് പിന്നെ അവിടെ ഓക്സിജൻ ഇല്ലാതെ ഈസ്റ്റ് അവിടെ ബ്രീത്ത് ചെയ്തിട്ടാണ് കാർബൺ ഡയോക്സൈഡ് ഉണ്ടായത്. മനസ്സിലായോ? ഫസ്റ്റ് വണ്ണില്. സെക്കൻഡ് വണ്ണില് ഓക്സിജൻ ഇല്ല, അവിടെ ഈസ്റ്റും ഇല്ല, അതുകൊണ്ട് അവിടെ